ഐ ലെൻസ് ഇൻഡക്ഷൻ ഇൻ ആംഫീബിയ ആൻഡ് വെർട്ടിബ്രേറ്റ്സ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് അതാണ്, ഐ ലെൻസ് ഇൻഡക്ഷൻ ഇൻ ആംഫീബിയ ആൻഡ് വെർട്ടിബ്രേറ്റ്സ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിന്റെ സ്ട്രക്ചർ നോക്കാം. എന്തുണ്ട്, ഇവിടെ ഒരു പുറമേയിട്ട് ഐയുടെ പുറമേയിട്ട് കോർണിയ ഉണ്ട്, അതുപോലെ തന്നെ ലെൻസ് കാണാം. ലെൻസിന് അവിടെ ലെൻസ് എപ്പിത്തീലിയം ഉണ്ട്, അതുപോലെ തന്നെ ലെൻസ് ഫൈബർ ഉണ്ട്. ഇനി ഐയുടെ പുറത്തായിട്ട് പിഗ്മെന്റഡ് റെറ്റിന കാണുന്നുണ്ട്, ഉള്ളില് ന്യൂറൽ റെറ്റിനയുണ്ട്, ആൻഡ് ദർ ഇസ് എ ഫ്യൂച്ചർ ഒപ്റ്റിക് നെർവ്. ഓക്കെ, ഇപ്പൊ ഈ ഒരു സ്ട്രക്ചർ ക്ലിയർ ആയില്ലേ? എന്തൊക്കെയുണ്ട്? കോർണിയ, ലെൻസ് എപ്പിത്തീലിയം, ലെൻസ് ഫൈബർ, ന്യൂറൽ റെറ്റിന, പിഗ്മെന്റഡ് റെറ്റിന, ഫ്യൂച്ചർ ഒപ്റ്റിക് നെർവ്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്താണ് ഇൻഡക്ഷൻ നോക്കാം. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽ ഡിഫറൻസിയേഷൻ ആൻഡ് ബിഹേവിയർ ആർ റെഗുലേറ്റഡ് ബൈ സിഗ്നൽസ് ഫ്രം വൺ സെൽ റിസീവ്ഡ് ബൈ അനദർ സെൽ. അപ്പൊ സെൽ ഡിഫറൻസിയേഷനും അതുപോലെ തന്നെ ബിഹേവിയറും റെഗുലേറ്റ് ചെയ്യുന്നത് എന്താണ്? റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്? കുറെ സിഗ്നൽസുകളാണ്. അതായത് ചില സെല്ലുകളിൽ നിന്ന് കിട്ടുന്ന സിഗ്നൽസുകൾ വേറൊരു സെൽ അത് റിസീവ് ചെയ്യുന്നു. അങ്ങനെയാണ് സെൽ ഡിഫറൻസിയേഷനും ബിഹേവിയറും റെഗുലേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്ന എന്തിനാണ്? അതായത് ഈ ഒരു എംബ്രിയോന്റെ ഫ്യൂച്ചർ ഓർഗൻസ് ഇന്നതാണെന്നൊക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഇതുപോലുള്ള ഇന്ററാക്ഷൻസ്. അതായത് ഒരു സെൽ അങ്ങോട്ട് സിഗ്നൽ വിടുന്നു, ആ സിഗ്നൽ റിസീവ് ചെയ്യുന്നത് വേറൊരാൾ, അങ്ങനെയുള്ള ഒരു ഇന്ററാക്ഷൻ വരുമ്പോഴാണ് എന്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത്? എംബ്രിയോന്റെ ഫ്യൂച്ചർ ഓർഗൻസ് ഇന്നതൊക്കെ ആകും എന്നുള്ളത് ആ ഒരു കാര്യത്തിൽ ഒരു ഡിറ്റർമിനേഷൻ വരുന്നത്. ഓക്കെ, സോ ഇവിടെ നടക്കുന്നത് എന്ന് പറയുന്നത് ഒരു റെസിപ്രോക്കൽ ഇൻഡക്ഷൻ ആണ്. അതായത് അവിടെ ഒരു ഇൻഡ്യൂസറിന്റെ ഹെൽപ്പ് ഉണ്ട്, ഇൻവോൾവ്മെന്റ് ഉണ്ട്. അത് റെസ്പോണ്ട് ചെയ്യാനായിട്ട് ഇൻഡ്യൂസർ ആണ് മെയിൻ ആയിട്ട് സിഗ്നൽസ് കൊടുക്കുന്നത്. ആ സിഗ്നൽസിനെ റിസീവ് ചെയ്യുന്ന ആളാണ് റെസ്പോണ്ടർ. ഓക്കെ, സോ നമുക്ക് ആദ്യം തന്നെ എന്താണ് ഇൻഡ്യൂസർ എന്ന് നോക്കാം. ദ ടിഷ്യൂ ദാറ്റ് റിലീസസ് ഇൻഡക്റ്റീവ് സിഗ്നൽസ്. അപ്പൊ ഈ സിഗ്നൽസ് കൊടുക്കുന്ന ആളാണ് ആര്? ഇൻഡ്യൂസർ എന്ന് പറയുന്നത്. ഇവിടുത്തെ കേസിലാണ് ഈ ഒപ്റ്റിക് വെസിക്കിൾ ആണ് ആര്? ഇൻഡ്യൂസർ. അപ്പൊ സിഗ്നൽസ് കൊടുക്കുന്നത് ആരാണ്? ഒപ്റ്റിക് വെസിക്കിൾ. ഓക്കെ, സോ ഈ ഒരു ഒപ്റ്റിക് വെസിക്കിൾസ് കൊടുക്കുന്ന സിഗ്നൽസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് പാരാക്രൈൻ സിഗ്നൽസുകളാണ്. ഓക്കെ, അപ്പൊ എന്തിന്റെ ഫോമിലാണ്? കുറച്ച് പ്രോട്ടീൻസിന്റെ ഫോമിലാണ്. ഏതൊക്കെ പ്രോട്ടീൻസുകളാണ്? BMP4 അതുപോലെ തന്നെ FGF8 എന്ന് പറയുന്ന പ്രോട്ടീൻസിന്റെ രൂപത്തിലാണ് ഇങ്ങനെയുള്ള പാരാക്രൈൻ സിഗ്നൽസുകൾ ഒപ്റ്റിക് വെസിക്കിൾ എന്ന് പറയുന്ന ഇൻഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടുത്തെ റെസ്പോണ്ടർ ആരാണ്? അതായത് ഒപ്റ്റിക് വെസിക്കിൾ കൊടുക്കുന്ന ഈ ഒരു പാരാക്രൈൻ സിഗ്നൽസുകൾ വാങ്ങുന്നത് അതാരാണ്? റെസ്പോണ്ടർ ആണ്. ആര്? ഇവിടുത്തെ റെസ്പോണ്ടർ ആണ് ഹെഡ് എക്ടോഡം എന്ന് പറയുന്നത്. ദ ടിഷ്യൂ ബീങ് ഇൻഡ്യൂസ്ഡ് ആക്ട് ആസ് റെസ്പോണ്ടർ. ഓക്കെ, അപ്പൊ ഏത് ടിഷ്യൂ ആണ് ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടത് അവരാണ് എന്ത്? റെസ്പോണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ദ റിസീവ്സ് ഇൻഡക്റ്റീവ് സിഗ്നൽ ഫ്രം ഒപ്റ്റിക് വെസിക്കിൾസ്. അപ്പൊ ഹെഡ് എക്ടോഡോമിനാണ് എന്ത്? ഒപ്റ്റിക് വെസിക്കിളിൽ നിന്ന് കിട്ടുന്ന സിഗ്നൽസുകൾ റിസീവ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു റെസ്പോണ്ടറിന് എക്സാമ്പിൾ ആണ് ആന്റീരിയർ ഹെഡ് സർഫസ് എക്ടോഡോം. ഓക്കെ, ഇനി അടുത്തത് എന്താണ് നോക്കാം. അടുത്തത് കോമ്പിറ്റൻസ് എന്താണ് നോക്കാം. കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ എബിലിറ്റി ടു റെസ്പോണ്ട് ടു എ സ്പെസിഫിക് ഇൻഡക്റ്റീവ് സിഗ്നൽ. അതായത് ആ ഒരു സിഗ്നൽ വരുമ്പോൾ അത് റിസീവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഇല്ലേ, അതിനെയാണ് കോമ്പിറ്റൻസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് PAX6 റിസപ്റ്റർ എന്ന് പറയുന്നത്. ഈ PAX6 റിസപ്റ്റർ എവിടെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ഈ ഒരു ആന്റീരിയർ ഹെഡ് സർഫസ് എക്ടോഡേമിൽ കാണുന്ന റിസപ്റ്റർ ആണ് ഈ ഒരു PAX6 റിസപ്റ്റർ. അതായത് ഒപ്റ്റിക് വെസിക്കിളിൽ നിന്ന് സിഗ്നൽസ് വരുമ്പോൾ അത് എടുക്കണമെങ്കിൽ, ആ ഒരു സിഗ്നലിനോട് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ അവിടെ കുറച്ച് റിസപ്റ്റേഴ്സ് വേണം. ആ ഒരു റിസപ്റ്റർ ആണ് PAX6 റിസപ്റ്റർ. സോ ഇത് മെയിൻ ആയിട്ട് എവിടെ കാണുന്നത്? ഇപ്പൊ പറഞ്ഞ റെസ്പോണ്ടർ ആണ് നമ്മളുടെ ആന്റീരിയർ ഹെഡ് സർഫസ് എക്ടോഡോം. അപ്പൊ അതിന്റെ സർഫസിൽ കാണുന്ന റിസപ്റ്റർ ആണ് ഈ ഒരു PAX6 റിസപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? In early gastrula, there is a presence of neural plate, heart and pharynx. അപ്പോൾ early gastrula നോക്കുകയാണെങ്കിൽ അവിടെ ന്യൂറൽ പ്ലേറ്റ് ഉണ്ട്, ഹാർട്ട് ഉണ്ട്, ഫാരിങ്സ് ഉണ്ട്. ഈ ഒരു ന്യൂറൽ പ്ലേറ്റും അതുപോലെ തന്നെ ഫാരിങ്സും കൂടി റിലീസ് ചെയ്യുന്ന സിഗ്നൽസുകളാണ് BMP4 സിഗ്നലും FGF8 സിഗ്നൽ എന്ന് പറയുന്നത്. ഇവരുള്ളത് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? പ്രോസ്പെക്റ്റീവ് ലെൻസ് എക്ടോഡം ഫോം ചെയ്യുന്നത്. മെയിനായിട്ട് ഇത് ഫോം ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് ആ എക്ടോഡോമിൽ PAX6 എക്സ്പ്രസ് ചെയ്തതുകൊണ്ടാണ്. ഹെഡ് എക്ടോഡോമിൽ PAX6 എക്സ്പ്രസ് ചെയ്തതുകൊണ്ടാണ് ഈ ഒരു പ്രോസ്പെക്റ്റീവ് ലെൻസ് എക്ടോഡം ഫോം ചെയ്യാൻ കാരണം. ഓക്കെ,
ഇനി നമുക്ക് ഇൻഡക്ഷൻ ആൻഡ് കോമിറ്റൻസ് ഇൻ ആന്റീരിയർ ഹെഡ് സർഫസ് എക്ടോഡം നോക്കാം. അപ്പോൾ അവിടെ ഈ ഒരു ഫിഗർ നന്നായിട്ട് ശ്രദ്ധിക്കാം. ഈ ഒരു ഫിഗറിൽ ഒന്ന് ഇട്ടേക്കണ ഒന്ന് പറയുന്ന നമ്പർ ശ്രദ്ധിച്ചേ. ഇവിടെയാണ് നോർമൽ ലെൻസ് ഇൻഡക്ഷൻ ഒപ്റ്റിക് വെസിക്കിളിന്റെ ഹെൽപ്പോടെ നോർമൽ ലെൻസ് ഫോർമേഷനിൽ നോർമൽ ലെൻസ് ഇൻഡക്ഷൻ നടക്കുന്നത് ആ ഒരു ഒന്നാമത്തെ കേസിലാണ്. കണ്ടോ, ഒന്ന് ഇട്ടേക്കണത് നോർമൽ ലെൻസ് ഇൻഡക്ഷൻ ബൈ ഒപ്റ്റിക് വെസിക്കിൾ. ഇനി രണ്ടാമത്തെ കേസ് നോക്കിയേ. രണ്ട് എന്ന് ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഒപ്റ്റിക് വെസിക്കിൾ റിമൂവ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, രണ്ടാമത്തെ കേസിൽ നോക്കിക്കേ, ഒപ്റ്റിക് വെസിക്കിൾ റിമൂവ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസ് നോക്കിക്കേ. അവിടെ ഒരു എക്സ്ട്രാ ഒപ്റ്റിക് വെസിക്കിൾ ഇറ്റ് ഈസ് ഗ്രാഫ്റ്റഡ് ഫ്രം അനദർ എംബ്രിയോ. നമ്മൾ വേറൊരു എംബ്രിയോയിൽ നിന്ന് ഒപ്റ്റിക് വെസിക്കിൾ നമ്മൾ ഈ 3 എന്ന് എഴുതിയേക്കണം. 3 എന്ന് പറഞ്ഞാൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു 3യുടെ അവിടെ വന്ന് ഗ്രാഫ്റ്റ് ചെയ്തു, അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അത് ഒരു കേസ്. ഇനി നാലാമത്തെ കേസ് നോക്കിക്കേ. നമ്മൾ ഒപ്റ്റിക് വെസിക്കിൾ അല്ലാതെ വേറൊരു ടിഷ്യൂ ആണ് ആ ഒരു 4 ഇട്ടേക്കണം ആ ഒരു പാർട്ടിന് അവിടെ കൊണ്ടുപോയി ഒരു ടിഷ്യൂ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ആ ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്ന ടിഷ്യൂ എന്ന് പറയുന്നത് ഒപ്റ്റിക് വെസിക്കിൾ അല്ല. ഓക്കെ, ഇനി അഞ്ചാമത്തെ കേസ് നോക്കിക്കേ. നമ്മൾ ഒപ്റ്റിക് വെസിക്കിള് ഈ ഒരു ട്രങ്ക് ആൻഡ് അബ്ഡോമൻ റീജിയനിൽ കൊണ്ടുപോയാണ് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫിഗറിൽ ആന്റിയർ ഹെഡ് എക്ടോഡം എന്ന് പറയുന്ന പോർഷൻ ശ്രദ്ധിക്കുക. അതിന്റെ താഴെ കാണുന്നതാണ് ട്രങ്ക് ആൻഡ് അബ്ഡോമൻ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ പറഞ്ഞു. ആദ്യത്തെ കേസിൽ ഒന്നാമത്തേല് അവിടെ നോർമൽ ലെൻസ് ഇൻഡക്ഷൻ നടക്കുന്നുണ്ട്. ഈ ഒരു ഒപ്റ്റിക് വെസിക്കിളിന്റെ ഹെൽപ്പോടെ നോർമൽ ലെൻസ് ഇൻഡക്ഷൻ നടക്കുന്നുണ്ട്. രണ്ടാമത്തെ കേസിൽ അവിടെ ഒപ്റ്റിക് വെസിക്കിൾ റിമൂവ് ചെയ്ത് കളഞ്ഞു. മൂന്നാമത്തെ കേസിൽ എന്താണ്? നമ്മൾ ഒപ്റ്റിക് വെസിക്കിൾ വേറൊരു എംബ്രിയോയിൽ നിന്നുള്ള ഒപ്റ്റിക് വെസിക്കിൾ ആണ് ആ ഒരു പാർട്ടി കൊണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നാലാമത്തെ കേസിൽ നമ്മൾ എന്താ ചെയ്തത്? ഒപ്റ്റിക് വെസിക്കിൾ അല്ല വേറൊരു ടിഷ്യൂ കൊണ്ടുപോയാണ് ആ ഒരു പാർട്ടിൽ കൊണ്ടുപോയി വെച്ചേക്കണത്. ഈ ഒരു ഹെഡ് എക്ടോഡം റീജിയനിൽ തന്നെയാണ് കൊണ്ടുപോയി വെച്ചേക്കണത്. പക്ഷെ അഞ്ചാമത്തെ കേസിൽ നമ്മൾ ഹെഡ് എക്ടോഡം റീജിയൻ അല്ല, പകരം ട്രങ്ക് ആൻഡ് അബ്ഡോമൻ റീജിയനിൽ കൊണ്ടുപോയാണ് ഗ്രാഫ്റ്റ് ചെയ്തേക്കണത്. അതും ഒപ്റ്റിക് വെസിക്കിളിനെ തന്നെയാണ് ഗ്രാഫ്റ്റഡ് ചെയ്തേക്കണത്. പക്ഷേ എന്താണ്, നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തേക്കണ ഏത് ഭാഗത്താണ്? ട്രങ്ക് ആൻഡ് അബ്ഡോമൻ റീജിയൻ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലാക്കാം? ഒന്നാമത്തെ കേസിൽ നോർമൽ ആയിട്ടുള്ള ലെൻസ് ഇൻഡക്ഷൻ നടക്കുന്നുണ്ട്. കാരണം അവിടെ ഒപ്റ്റിക് വെസിക്കിൾ ഉള്ളത് കൊണ്ട് നോർമൽ ലെൻസ് ഇൻഡക്ഷൻ നടക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒപ്റ്റിക് വെസിക്കിൾ റിമൂവ് ചെയ്ത് കളഞ്ഞു. ഒപ്റ്റിക് വെസിക്കിൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ ലെൻസ് ഫോം ചെയ്യില്ല. ഓക്കെ, ഒന്നാമത്തെ കേസിൽ എന്താണ്? ഒപ്റ്റിക് വെസിക്കിൾ ഉള്ളത് കൊണ്ട് നോർമൽ ആയിട്ടുള്ള ലെൻസ് ഫോർമേഷൻ നടന്നു. രണ്ടാമത്തെ കേസിൽ എന്താണ്? ഒപ്റ്റിക് വെസിക്കിൾ റിമൂവ് ചെയ്ത് കളഞ്ഞു. ഒപ്റ്റിക് വെസിക്കിൾ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒപ്റ്റിക് വെസിക്കിൾ ആണ് ഇൻഡ്യൂസർ. അവിടെ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് ആരുമില്ല. അപ്പൊ എന്ത് സംഭവിക്കും? അവിടെ ലെൻസിന്റെ ഫോർമേഷൻ നടക്കുന്നില്ല. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസ് നോക്കിക്കേ. നമ്മൾ ഒപ്റ്റിക് വെസിക്കിൾ തന്നെയാണ് വെച്ചേക്കുന്നത്. അതായത് വേറൊരു എംബ്രിയോന്ന് എടുത്തുള്ള ഒപ്റ്റിക് വെസിക്കിൾ ആണെങ്കിൽ പോലും അത് കറക്റ്റ് ആയിട്ട് ഹെഡ് റീജിയനിൽ തന്നെയാണ് വെച്ചേക്കുന്നത്, ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത്. ആ ഒരു കേസിൽ തീർച്ചയായും നോർമൽ ലെൻസ് ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഇനി നാലാമത്തെ കേസ് എന്താണ്? നമ്മൾ ഒപ്റ്റിക് വെസിക്കിൾ അല്ല വേറെ ഏതൊരു ടിഷ്യൂ കൊണ്ടാണ് ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത്. വേറെ ഏതെങ്കിലും ടിഷ്യൂ ഉണ്ടെങ്കിൽ അവിടെ ലെൻസ് ഫോർമേഷൻ നടക്കുമോ? നമുക്ക് ലെൻസ് ഫോർമേഷൻ എന്ത് വേണം? ലെൻസ് ഫോർമേഷൻ നടക്കണമെങ്കിൽ അവിടെ ഒപ്റ്റിക് വെസിക്കിളിന്റെ ആവശ്യമുണ്ട്. ഇനി അഞ്ചാമത്തെ കേസ് നോക്കിക്കേ. ഇവിടെ ഒപ്റ്റിക് വെസിക്കിൾ തന്നെയാണ് ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ അത് ഹെഡ് എക്ടോഡം റീജിയനിലല്ല ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത്, പകരം ട്രങ്ക് ആൻഡ് അബ്ഡോമൻ റീജിയനിൽ കൊണ്ടുപോയാണ് ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? ലെൻസ് ഫോർമേഷൻ നടക്കുമോ? ഒപ്റ്റിക് വെസിക്കിൾ ഉണ്ട്, നടക്കുമോ? നടക്കില്ല. അവിടെ ലെൻസ് ഫോർമേഷൻ ഉണ്ടാവില്ല. കാരണം എന്താണ്? കാരണം അത് ഹെഡ് എക്ടോഡോം അല്ല. ഹെഡ് എക്ടോഡോമിന്റെ എന്താണ്, അവിടെ ഒരു റിസപ്റ്റർ വേണം. അതായത് ഈ ഒപ്റ്റിക് വെസിക്കിള് സിഗ്നൽസ് പുറപ്പെടുവിച്ചാലും ആ സിഗ്നൽസിനെ റിസീവ് ചെയ്യാനായിട്ടുള്ള റിസപ്റ്റർ, അതായത് PAX6 എന്ന് പറയുന്ന റിസപ്റ്റർ ഉണ്ടായിരിക്കണം. ഈ PAX6 റിസപ്റ്റർ എന്ന് പറയുന്നത് ആകെ ഹെഡ് റീജിയനിലേ കാണുന്നുള്ളൂ. ആ ഒരു ഹെഡ് എക്ടോഡോം ആ ഒരു ഭാഗത്തെ കാണുന്നുള്ളൂ. അപ്പോൾ ഈ ട്രങ്ക് ആൻഡ് അബ്ഡോമൻ റീജിയനിൽ PAX6 എന്ന് പറയുന്ന റിസപ്റ്റർ ഇല്ല. സോ ഇവിടെ ഒപ്റ്റിക് വെസിക്കിള് ഈ സിഗ്നൽസ് കൊടുത്താൽ പോലും അത് റിസീവ് ചെയ്യാൻ ആരും ഇല്ല. സോ എന്താണ്, അവിടെ ലെൻസ് ഫോർമേഷൻ നടക്കുന്നില്ല. സോ ഇതിൽ
ഇന്ന് ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒപ്റ്റിക് വെസിക്കിൾ എന്ന് പറയുന്ന സംഭവം എന്തായാലും ലെൻസ് ഫോർമേഷന് ആവശ്യമാണ്. ആൻഡ് അത് മാത്രമല്ല, ഒപ്റ്റിക് വെസിക്കിൾ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, നമുക്ക് പാക്സിക്സ് എന്ന് പറയുന്ന റിസപ്റ്റർ വേണം. പാക്സിക്സ് എന്ന് പറയുന്ന ആ ഒരു ഒപ്റ്റിക് വെസിക്കിൾ തരുന്ന ഇതിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയുള്ള പാക്സിക്സ് എന്ന് പറയുന്ന റിസപ്റ്റർ വേണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പാക്സിക്സ് എന്ന് പറയുന്ന റിസപ്റ്റർ ഹെഡ് റീജിയനിൽ മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ എന്തൊക്കെ ശ്രദ്ധിക്കണം? ആദ്യം തന്നെ അവിടെ ഇൻഡ്യൂസർ വേണം. ഇവിടത്തെ കേസിൽ ഇൻഡ്യൂസർ ആരാണ്? ഒപ്റ്റിക് വെസിക്കിൾ ആണ് ഇൻഡ്യൂസർ. ഈ ഇൻഡ്യൂസർ കൊടുക്കുന്ന സിഗ്നൽസുകൾ റിസീവ് ചെയ്യാൻ ആര് വേണം? റെസ്പോണ്ടർ വേണം. റെസ്പോണ്ടർ ആണ് നമ്മുടെ ഹെഡ് എക്ടോഡം. അപ്പൊ ഹെഡ് എക്ടോഡം ഉണ്ടായിരിക്കണം, നമ്മളുടെ ഒപ്റ്റിക് വെസിക്കിൾ ഉണ്ടായിരിക്കണം. ഈ ഹെഡ് എക്ടോഡവും ഒപ്റ്റിക് വെസിക്കിൾ മാത്രം മതിയോ? അത് മാത്രമല്ല, നമ്മളുടെ ഒപ്റ്റിക് വെസിക്കിൾ എന്ന് പറയുന്ന ഇൻഡ്യൂസർ കൊടുക്കുന്ന സിഗ്നൽ റിസീവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു റിസപ്റ്റർ വേണം, പാക്സിക്സ് വേണം. അപ്പൊ ഈ 3 സംഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ലെൻസ് ഫോർമേഷൻ നടക്കുകയുള്ളൂ. അപ്പൊ എന്തൊക്കെ വേണം? ഒപ്റ്റിക് വെസിക്കിൾ എന്ന് പറയുന്ന ഇൻഡ്യൂസർ വേണം, ഹെഡ് എക്ടോഡോം എന്ന് പറയുന്ന റെസ്പോണ്ടർ വേണം, അത് മാത്രമല്ല പാക്സിക്സ് എന്ന് പറയുന്ന റിസപ്റ്ററും കൂടി വേണം. ഇത്രയും കാര്യങ്ങളാണ് ഇൻഡക്ഷൻ ആൻഡ് കോമ്പിറ്റൻസ് ഇൻ ആന്റിയർ ഹെഡ് സർഫസ് എക്ടോഡോമിൽ പറയാനുള്ളത്. ഓക്കെ.